കായികമേളയിൽ പാലക്കാടിന്റെ കുതിപ്പാണ് കാണുന്നത്. 4 മത്സരങ്ങളിൽ 4 സ്വർണം, അതിൽ 2 സ്വർണം നേടിയിരിക്കുന്നത് പറളി സ്കൂളാണ്. പറളി സ്കൂളിന്റെ മനോജ് സാർ നമ്മളോടൊപ്പം ഉണ്ട്, പരിശീലകനാണ്. എങ്ങനെ ഈ 2 സ്വർണം നേടുന്നു, ഇനിയും ആദർശും പറളിക്ക് വേണ്ടി സ്വർണം നേടുന്നു, ഇനിയാണ് ഈ സ്വർണ്ണ നേട്ടങ്ങൾക്ക് തുടക്കം കുറിച്ചത്? കാരണം നമ്മുടെ സ്കൂൾ എന്ന് പറയുമ്പോൾ ഈ പ്രാദേശിക അടിസ്ഥാനത്തിലുള്ള കായിക താരങ്ങളെ മാത്രം മത്സരിപ്പിച്ച് പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് കിട്ടുന്ന ഒരു വിദ്യാലയമാണ്. പക്ഷേ നമുക്ക് ഇതുപോലെയൊക്കെ അപൂർവമായിട്ട് കിട്ടുള്ളൂ. നമ്മുടെ ഒരു മുഹമ്മദ് അഫ്സൽ, അത് അജിത് പി എൻ, അങ്ങനെയുള്ള ഒരുപാട് കായിക താരങ്ങളുണ്ടായിരുന്നു. താരിയും രമേശിനെയും ശോഭയും അങ്ങനെയുള്ള കുട്ടികളൊക്കെ ഉണ്ടായെങ്കിലും ഈ ഒരു 4 മാസം കൊണ്ട് എനിക്ക് ഏറ്റവും അതിശയിപ്പിക്കുന്നത് ഈ 4 മാസത്തെ പരിശീലനം കൊണ്ട് ഒരു കുട്ടി 13 വയസ്സായിട്ടുള്ള കുട്ടി 19 വയസ്സ് താഴെയുള്ള കുട്ടികളൊപ്പം മത്സരിച്ചുകൊണ്ട് 1ാം സ്ഥാനം വാങ്ങിക്കുന്ന ഇനിയ എൻ്റെ ഒരു 30 വർഷത്തെ കരിയറിൽ എനിക്ക് ഇതുപോലൊരു കായിക താരത്തെ കിട്ടിയിട്ടേ ഇല്ല. ഒരു മെർലിൻ ഉണ്ടായിരുന്നു. മെർലിൻ വന്നു, ഒരു ഇതിനേക്കാളും കുറച്ചുകൂടി മാസങ്ങൾ എടുത്തു. 3 ഗോൾഡ് വാങ്ങിച്ച കുട്ടിയാണ് മെർലിൻ. നല്ല കായിക താരമാണ്. പക്ഷേ ഈ ദീർഘദൂര ഓട്ടത്തിൽ ഇത്രയും വലിയൊരു അച്ചീവ്മെൻറ്റ്സ് കാഴ്ചവെച്ചൊരു കായിക താരത്തെ കണ്ടിട്ടേ ഇല്ല. അതുപോലെ ആദർശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവസാന സ്കൂൾ മീറ്റാണ്. കഴിഞ്ഞ തവണയും അവന് മെഡൽ വരാൻ സാധ്യതയുള്ള കുട്ടിയായിരുന്നു. പക്ഷേ കോമ്പറ്റീഷൻ്റെ ഒരു ഭയം കാരണം അത് വിചാരിച്ച പോലെയില്ല. ഇന്ന് ഈ പ്രാവശ്യം ഞാൻ വരുമ്പോൾ ഒരു കാര്യം പറയുള്ളൂ, ആദർശം, നിൻ്റെ ജീവിതത്തിലെ സ്കൂൾസിൻ്റെ അവസാന ജൂനിയർ മീറ്റാണ്, എനിക്ക് വേണ്ടി ഒരു സ്വർണ്ണ മെഡൽ വാങ്ങി തരണം. അത് എൻ്റെ കരിയർ അവസാനിക്കാവുന്ന ഈ കാലഘട്ടത്തിൽ എനിക്കത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. വാങ്ങി തരണം പറഞ്ഞു. അത് അക്ഷരം പ്രതി ട്രാക്കിൽ നടപ്പിലാക്കി എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷങ്ങളിലൊന്ന്. മനോജ് സാറിന്റെ അഭിമാന താരങ്ങളാണ് രണ്ടുപേരും എന്നാണ് പറഞ്ഞത്. ഇനിയാണ് തുടക്കമിട്ടത്, ഇനിയ വലിയ ഭാവിയുള്ള താരമാണ് എന്നാണ് സാർ പറഞ്ഞത്. എങ്ങനെയുണ്ടായി കോമ്പറ്റീഷൻ? 4 മാസത്തെ ചെറിയൊരു കാലത്തെ പരിശീലനമായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. എങ്ങനെയുണ്ടായിരുന്നു ആ 4 മാസക്കാലത്തെ പരിശീലനം? 4 മാസം ഇങ്ങനെ തന്നെയായിരുന്നു. രാവിലെ വരും, പിന്നെ വൈകുന്നേരം ചെയ്യായിരുന്നു. സാർ നല്ല സപ്പോർട്ടായിരുന്നു. ഇനിയൊക്കെ മത്സരങ്ങളുണ്ടോ? ഞാൻ 1500, 800 ക്രോസ് കൺട്രി. എന്താണ് പ്രതീക്ഷിക്കുന്നത്? അതിലും ബെസ്റ്റ് ചെയ്യുക. ആദർശ് അവസാന മീറ്റാണ് എന്ന് സാറ് പറയുന്നു. സാറിനായി ഒരു സ്വർണം നേടണമെന്ന് സാറ് ആദർശിനോട് പറഞ്ഞു, അത് നേടിക്കൊടുത്തിരിക്കുന്നു. സന്തോഷമുണ്ട്. സാറിന് പറഞ്ഞപ്പോൾ അത് ചെയ്യാൻ പറ്റിയത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇനിയുള്ള മത്സരങ്ങളിൽ എന്താണ് പ്രതീക്ഷ? ഫസ്റ്റ് അടിക്കുന്നതാണ് എൻ്റെ ഒരു പിന്നെ ടൈമൊന്ന് ബെസ്റ്റ് ചേർക്കണം. എങ്ങനെയുണ്ടായി കോമ്പറ്റീഷൻ എല്ലാം? നല്ല കോമ്പറ്റീഷൻ ഞാൻ തന്നത്. സെക്കൻഡ് വന്ന കോമ്പറ്റീഷൻ ചെയ്തു. പിന്നെ അങ്ങനെ കയറി പോകാൻ പറ്റുള്ള ഇതുണ്ടായതുകൊണ്ട് അങ്ങനെ കയറി. എന്തായാലും രണ്ടുപേരും അഭിമാന താരങ്ങളാണ്. ഇനി ഒരുപിടി താരങ്ങൾ മത്സരിക്കാനുണ്ട്. ഈ ചരിത്രത്തിൽ ആദ്യമായിരിക്കും പാലക്കാട് ഇങ്ങനെ ഒരു തുടക്കം, അല്ലേ? തീർച്ചയായിട്ടും നമുക്ക് ഈ 3000 മീറ്റർ 4 കാറ്റഗറികളിലും സ്വർണം വാങ്ങിക്കുക എന്നുള്ളത് അപൂർവങ്ങളിൽ അപൂർവമാണ്. എൻ്റെ ഒരു 30 വർഷത്തെ കരിയറിലില്ല. പക്ഷേ 4 വാങ്ങിച്ചതോടുകൂടി തന്നെ നമുക്ക് ഒന്ന് ഉറപ്പിക്കാം, പാലക്കാട് ജില്ലയിലെ മറ്റു കായിക താരങ്ങൾക്കൊക്കെ വളരെ വലിയ ആവേശമായിരിക്കും. കാരണം നമുക്ക് കഴിഞ്ഞ തവണ നമ്മുടെ ഇന്ന് കായിക കിരീടം മലപ്പുറം കൊണ്ടുപോയതാണ്. ആ മലപ്പുറത്ത് നിന്ന് നമുക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ളൊരു പ്രചോദനം കൂടിയാണ് ഈ 4 സ്വർണ്ണ മെഡലും. ഈ ഒരു എനർജി പാലക്കാട് ജില്ലയിലെ എല്ലാ സ്കൂളിലെയും എല്ലാ താരങ്ങൾക്കും ഗുണം ചെയ്യും. തീർച്ചയായിട്ടും. കാരണം നമ്മുടെ പരാജയങ്ങൾ ഒക്കെ ആകുമ്പോഴേക്കും കുട്ടികൾക്ക് എനിക്കിതിൽ പോയി പങ്കെടുത്തിട്ട് വന്നാൽ മതി എന്നുള്ള കാഴ്ചപ്പാടിന് പകരം എനിക്കും അതുപോലുള്ള സ്വർണ്ണ മെഡൽ കിട്ടണമെന്നുള്ള വലിയ രീതിയിലുള്ള താല്പര്യം അവർക്ക് വരും. കാരണം മീഡിയാസ് ഇവരൊന്നും ഇതുപോലെ ഇങ്ങനെയൊരു മീഡിയാസിൻ്റെ ഒരു അറ്റൻഷൻ അവർക്ക് കിട്ടിയില്ല. കാരണം ഇത്രയും വലിയ അറ്റൻഷൻ കിട്ടുമ്പോൾ ഇവരൊക്കെ കുട്ടികൾക്ക് ലോഡ്ജിൽ TV ഉണ്ട്. അവിടെ കാണുമ്പോൾ ഇതാ ആദർശ ഫസ്റ്റ് വന്നു, ഇനി ഫസ്റ്റ് വന്നു, നമ്മുടെ മുണ്ടിലുള്ള കുട്ടികൾ ഫസ്റ്റ് വരണം. ഇതൊക്കെ കാണുമ്പോൾ അവിടെയുള്ള കുട്ടികൾക്കും അടുത്ത് പോയി ഇതുപോലെ ചാനലുകളിലും പത്രങ്ങളിലും നിറഞ്ഞു നിൽക്കണമെന്നുള്ള ആഗ്രഹം അവർക്ക് വരും. അത് തന്നെയാണ് ഈ മീറ്റിലെ ഏറ്റവും വലിയ ഹൈലൈറ്റും. തീർച്ചയായും പറളി സ്കൂളിലെ അഭിമാന താരങ്ങളാണ്. ഇനിയും മത്സരങ്ങൾ ബാക്കിയുണ്ട്. എന്തായാലും വലിയ പ്രതീക്ഷയിലാണ് പാലക്കാട്. ക്യാമറ പേഴ്സൺ മാഹിൻ ജാഫറിനൊപ്പം റാഫി കരീം, 24.